തെരുവ് കച്ചവടക്കാരുടെ മകളെ തട്ടിക്കൊണ്ടുപോയി നെയ്യാറ്റിൻകരയിൽ ഉപേക്ഷിച്ചതായി സംശയം. നെയ്യാറ്റിൻകര KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടിയെ യാത്രക്കാരുടെ സഹായത്തോടെ പോലീസ് കണ്ടെത്തി. ആന്ധ്ര സ്വദേശിനിയായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതുന്നവരെ പിടികൂടാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ദുരൂഹ സാഹചര്യത്തിലാണ് കന്യാകുമാരിയിൽ നിന്ന് കാണാതായ 7 വയസ്സുകാരിയെ നെയ്യാറ്റിൻകരയിൽ കണ്ടെത്തുന്നത്. ആന്ധ്ര സ്വദേശിനിയും കന്യാകുമാരി ത്രിവേണി സംഗമത്തിലെ തെരുവ് കച്ചവടക്കാരുടെ മകളുമായ പെൺകുട്ടിയെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തി രക്ഷിതാക്കൾ ഇന്നുച്ചയോടെ ഏറ്റുവാങ്ങി. ഞായറാഴ്ച ഉച്ചയോടെയാണ് പെൺകുട്ടിയെ കന്യാകുമാരിയിൽ നിന്ന് കാണാതാകുന്നത്. കുട്ടിയുടെ മാതാവ് മണിക്കൂറുകൾ തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ പോലീസിന്റെ സഹായം തേടി കുട്ടിയെ കണ്ടെത്താൻ സ്പെഷ്യൽ ടീം രൂപീകരിച്ച് തമിഴ്നാട് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും പോലീസ് കുട്ടിയെ കണ്ടെത്തുന്നത്. കന്യാകുമാരിയിലെ വിവിധ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ പെൺകുട്ടി ഒരു യുവാവിനൊപ്പം നിൽക്കുന്നതും പിന്നീട് യുവാവിന്റെ പിന്നാലെ പോകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ലഭിച്ചു. ഈ യുവാവിന് വേണ്ടി തമിഴ്നാട് പോലീസ് പരക്കം പായുന്നതിനിടയിലാണ് നെയ്യാറ്റിൻകരയിലുണ്ടെന്ന വാർത്ത അറിയുന്നതും നെയ്യാറ്റിൻകര KSRTC ബസ് സ്റ്റാൻഡിൽ സംശയാസ്പദമായ രീതിയിൽ പെൺകുട്ടിയെ കണ്ടെത്തുന്നതും. യാത്രക്കാരാണ് പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുന്നത്. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം കുട്ടിയെ സ്റ്റേഷനിലെത്തിച്ച് പരിചരിച്ചു. ഇതിനിടെ ഏതെങ്കിലും കുട്ടികളെ കാണാനില്ലെന്ന് വിവരമുണ്ടോ എന്ന് ചോദിച്ച് വയർലെസ് മെസ്സേജും പോലീസ് നടത്തി. അതിനിടയിലാണ് കന്യാകുമാരിയിൽ നിന്ന് കാണാതായ കുട്ടിയുടെ വിവരം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത്. തുടർന്ന് കന്യാകുമാരി പോലീസിനെ നെയ്യാറ്റിൻകര പോലീസ് വിവരമറിയിക്കുകയും കുട്ടിയെ രക്ഷിതാക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു. കുട്ടിയെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നും എന്തിനാണ് തട്ടിക്കൊണ്ടുപോയതെന്നും പോലീസിന് അറിവില്ല. ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കന്യാകുമാരി പോലീസ് അറിയിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിലെ CCTV ക്യാമറകൾ പരിശോധിക്കുമെന്നും നെയ്യാറ്റിൻകര പോലീസ് വ്യക്തമാക്കി. ടൈം V ന്യൂസ്, തിരുവനന്തപുരം.